അപ്പോൾ എന്താണ് TCP/IP? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് TCP ഉണ്ട്, IP ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ സെറ്റപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാക്ക് സെറ്റപ്പ് ചെയ്തേക്കുന്നതാണ് TCP/IP. ഇത് പണ്ട് US ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അത് IETF എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷന് അത് കൈമാറി. അവരാണത് കംപ്ലീറ്റ്ലി ഇതിൻ്റെ അകത്തുള്ള പ്രോട്ടോകോൾ ഡെവലപ്മെന്റും കാര്യങ്ങളും ഇതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അങ്ങനെയുള്ള അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ അഡ്വാൻസ്മെന്റ്സും എല്ലാം നോക്കുന്നത് അവരാണ്, IETF-കാരാണ്. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ്, TCP പ്രോട്ടോക്കോളും ഉണ്ട്, IP പ്രോട്ടോക്കോളും ഉണ്ട്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റയൊരു സ്റ്റാക്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ TCP എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എവിടെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ലോകത്തിൽ ഇഷ്ടംപോലെ ഡിവൈസസ് ഉണ്ട്. ഈ ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ നെറ്റ്വർക്കിൽ. OSI മോഡൽ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡൽ വെച്ചിട്ട് ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് നെറ്റ്വർക്ക് ഡിവൈസസും കമ്മ്യൂണിക്കേഷനും സെറ്റപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം 7 ലെയേഴ്സ് ഉണ്ട് OSI മോഡലിനകത്ത്. പക്ഷേ TCP-ക്കകത്ത് വരുമ്പോൾ ലെയേഴ്സ് കുറവാണ്. പക്ഷേ OSI മോഡലിനകത്തുള്ള എല്ലാ ലെയേഴ്സിൻ്റെയും ഫീച്ചേഴ്സും ഫങ്ഷണാലിറ്റീസും ഈ TCP/IP-ക്കകത്തും കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടും കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ളൊരു ഒരു അൽഗോരിതം അല്ലെങ്കിൽ മെക്കാനിസമാണ് TCP/IP-ക്കകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഡിവൈസുമായിട്ട് നമുക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പാക്കറ്റ് സ്വിച്ചിങ്ങും റൗട്ടിങ്ങും എല്ലാം പോസിബിൾ ആണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ ഈ നമ്മുടെ OSI മോഡലിനകത്ത് കാണുന്ന പോലെ തന്നെ എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു TCP/IP വെച്ച് ചെയ്യാൻ പറ്റും. ഇതാണ് നിലവിൽ ഓടുന്നത് നമ്മുടെ ഇന്റർനെറ്റിലാണെങ്കിലും നെറ്റ്വർക്കിലാണെങ്കിലും.